അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ച് അല്പം കാര്യം മനസ്സിലാക്കുകയുണ്ടായി. തെറ്റ് ചെയ്തു പോയ, കുറ്റം ചെയ്തു പോയ, പാപങ്ങൾ ചെയ്തു പോയ വ്യക്തികൾ ആരായാലും നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹു തആല ഗഫാറാണ്. അല്ലാഹു തആല ഗഫൂറുർ റഹീമാണ്. അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്, റബ്ബിനോട് ചോദിച്ചാൽ മതി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖുൽ, നബിയെ അങ്ങ് പറയുക, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ഏതടിമകൾ സ്വന്തം ശരീരത്തിൻ്റെ മേൽ അക്രമം പ്രവർത്തിച്ചു, അമിത വ്യയം നടത്തി, അനാവശ്യങ്ങൾ ചെയ്തു, അരുതായ്മകൾ ചെയ്തു, പാപങ്ങൾ കുന്നുകൂടി. അങ്ങനെ പാപങ്ങൾ കുന്നുകൂടിയ, തെറ്റുകൾ ചെയ്ത, മോശകരമായ കാര്യങ്ങൾ പ്രവർത്തിച്ച മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിഞ്ഞു പോവരുത്, നിരാശരാവരുത്. തീർച്ചയായും എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, എനിക്ക് മാപ്പ് തരും. എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനോട് ചോദിക്കേണ്ടതേയുള്ളൂ. കാര്യം പോലെ അല്ലാഹുവിനോട് നിയമപ്രകാരം വളരെ വിനയാന്വിതനായി റബ്ബിനോട് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് യാചിച്ചാൽ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി തേടിയാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, റബ്ബിനോട് ദുആ എന്നാൽ അവൻ വെറുതെയാക്കുകയില്ല. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കും. അല്ലാഹു പറയുന്നത് കണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ അല്ലാഹുവിനെ പറ്റി? ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാമയനുമാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ആരും ഒരു ഭീകര വസ്തുവായി കാണരുത്. അല്ലാഹുവിനെ പേടിയാണ്, എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയുന്നില്ല എന്ന് ഒരാളും ആഗ്രഹിക്കുകയോ വിചാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. മറിച്ച് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അവൻ കാത്തിരിക്കുകയാണ്. നിരാപ്പകലില്ലാതെ. നമുക്കാണല്ലോ ക്ഷീണമുള്ളത്, നമുക്കാണല്ലോ ഉറക്കമുള്ളത്, നമുക്കാണല്ലോ മടിയുള്ളത്, നമുക്കാണല്ലോ അരസലയുള്ളത്, നമുക്കാണല്ലോ ജോലി തിരക്കുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ജോലി തിരക്കുള്ളവനാണ്. 24 മണിക്കൂറും ഈ കണ്ട അണ്ടകടാഹങ്ങൾ മുഴുവനും നിയന്ത്രിച്ച് പരിപാലിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അവൻ കയ്യും കെട്ടി വെറുതെ ഒരിടത്തിരിക്കുക എന്നതല്ല. അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഇസ്തിഗ്ഫാറിന്, നമ്മുടെ പാപമോചനത്തിന് അല്ലാഹു കേൾക്കുകയും അതിന് മറുപടി നൽകുകയും അതിന് ഇജാബത്ത് നൽകുകയും നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഒരിക്കലും മുറിഞ്ഞു പോവരുത്, ഇല്ലാതെയാവരുത്, ആശ മുറിയരുത്. നിരാശരാവാതെ ജാഗരൂകരായ എൻ്റെ റബ്ബ്, എൻ്റെ അല്ലാഹു, എന്നെ നിയന്ത്രിക്കുന്നവൻ, എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ മരിപ്പിക്കുന്നവൻ, എനിക്ക് ജീവൻ നൽകുന്നവൻ, എനിക്ക് ആയുസ് നൽകുന്നവൻ, എനിക്ക് ഭക്ഷണങ്ങളും പാനീയങ്ങളും ഓക്സിജനും നൽകുന്നവൻ അല്ലാഹുവാണ്. അവൻ എൻ്റെ പാപങ്ങൾ പൊറുക്കും എന്നുള്ള അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി റബ്ബിലേക്കടുത്താൽ തീർച്ചയായും റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അത് യാതൊരു മാറ്റവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് ദ്വാരക്കണം. അതിനുള്ള നല്ല സമയങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആലയോട് നമുക്ക് പാപമോചനം നടത്തി ഈ പരിശുദ്ധമായ റമളാനിൽ പാപങ്ങളിൽ നിന്നെല്ലാം മുക്തരായി റബ്ബിലേക്ക് അടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.